ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത 10 രൂപ മുതൽ നമുക്ക് നല്ല കിടിലൻ ഐസ്ക്രീം ഉണ്ട്, അതോടൊപ്പം നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ട്, അതോടൊപ്പം നല്ല ഫ്രഷ് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ മേക്ക് ചെയ്തേക്കുന്ന ഫലൂഡ ഐസ്ക്രീം ഒക്കെ തന്നെ നമുക്ക് കിട്ടും. ഞങ്ങൾ തന്നെ റോസ് പെറ്റൽസ് വാങ്ങി 15 ദിവസം ശർക്കര പാനിയിലിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈ സമയത്ത് നല്ല ഫ്രഷ് ജ്യൂസിനും ഐസ്ക്രീമും ഷേക്കും ഷാർജയും ഒക്കെ കുടിക്കാനുള്ള ഒരു കിടിലൻ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 10 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്, ലാസ്റ്റ് പ്രൈസ് 50 റുപ്പീസ്. പൊളിയാണോ? കൂളായിരിക്കാൻ വേണ്ടി നല്ലൊരു ബെറ്റർ ആയ സ്ഥലമാണ്. അടിപൊളി വൈബാണ്. സ്ഥിരം വരാറുണ്ട് അവിടെ. വെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് ഈ ഐസ് ബോട്ട് ഉള്ളത്. ഒരു തവണ കുടിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കട തേടി പിടിച്ച് വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ നല്ല ചൂട് സമയമാണ്. ഈ സമയത്ത് നല്ല ഫ്രഷ് ജ്യൂസിനും ഐസ്ക്രീമും ഷേക്കും ഷാർജയും ഒക്കെ കുടിക്കാനുള്ള ഒരു കിടിലൻ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനുള്ളത് വെഞ്ഞാറമൂട് ഐസ് ബോട്ടിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഐസ് ബോട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി ഇതാ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല കിടിലൻ ഐസ്ക്രീമും കിടിലൻ ഷേക്കും കിടിലൻ ഫലൂഡയും ഷാർജയും ഒക്കെ തന്നെ കുടിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? ഈ ഐസ് ബോട്ടിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത 10 രൂപ മുതൽ നമുക്ക് നല്ല കിടിലൻ ഐസ്ക്രീം ഉണ്ട്, അതോടൊപ്പം നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ട്, അതോടൊപ്പം നല്ല ഫ്രഷ് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ മേക്ക് ചെയ്തേക്കുന്ന ഫലൂഡ ഐസ്ക്രീം ഒക്കെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. നല്ല തിരക്കുള്ള സമയമാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയിട്ട് നല്ല തിരക്കാവും. അപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് നമുക്കും കഴിക്കാം കുടിക്കാം. ഓക്കെ. എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണർ ആയിട്ടുള്ള രമ്യയാണ്. രമ്യ ശരിക്കും നല്ല തിരക്കിലായിരുന്നു. രമ്യ, നമ്മുടെ ഷോപ്പിൽ നല്ല തിരക്കുണ്ടല്ലേ? രാവിലെ മുതലേ തിരക്കാണ്. ശരിക്കും ഇവിടെ 10 രൂപ മുതലുള്ള കിടിലൻ ഐസ്ക്രീം കിട്ടുന്നെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ശരിക്കും അങ്ങനെയാണ്? 10 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്, ലാസ്റ്റ് പ്രൈസ് 50 റുപ്പീസ്. ആണോ? ശരി. അപ്പം സാധാരണക്കാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ശരിക്കും ഭയങ്കര നാച്ചുറൽ ഫ്രൂട്ട്സ് കൊണ്ടാണ്, നാച്ചുറൽ ഫ്രൂട്ട്സ് ആണ് ഉപയോഗിച്ചാണ് ഐസ് ബോട്ടിൽ എല്ലാ ഐസ്ക്രീമും ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത്, ഇവിടെ മറ്റേ റോസ് പെറ്റൽസ് ഒക്കെ നിങ്ങൾ തന്നെ മേക്ക് ചെയ്ത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്? ബട്ടർ ഗുൽക്കണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയായിരിക്കും? അത് ഞങ്ങൾ തന്നെ റോസ് പെറ്റൽസ് വാങ്ങി 15 ദിവസം ശർക്കര പാനിയിലിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഗുൽക്കണ്ട വെച്ചാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേറൊരു മറ്റൊരു പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല, നിങ്ങൾ തന്നെ ചെയ്യുകയാണ്? അതെ, ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്യുന്നതാണ്. ഓക്കെ. ഇതിനോടൊപ്പം മറ്റെന്തൊക്കെയാ ഉള്ളത്? ഇപ്പൊ ഈ പറഞ്ഞ ഐസ്ക്രീം ഐറ്റംസ് അല്ലാതെ വേറെ എന്തൊക്കെയുള്ളത്? ഞങ്ങളുടെ സഹോദര സ്ഥാപനമാണ് ജ്യൂസ് ആൻഡ് കഫേ. അവിടെയാണ് ഈ ഫ്രഷ് ജ്യൂസ്, ഫലൂഡ, ഫ്രൂട്ട് സലാഡ്, വിവിധതരം ഷേക്കുകൾ എല്ലാം ഉണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന ഐസ്ക്രീം എല്ലാം ഞങ്ങളുടെ ആൽമണ്ട് ഡയറിയുടെ ഐസ്ക്രീമാണ്. അതെല്ലാം ക്വാളിറ്റി ഐസ്ക്രീം. ആൽമണ്ട് ഡയറി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഐസ്ക്രീമിന്റെ ഇതാണ് അല്ലേ? അപ്പൊ അത്രയും അത് തന്നെയായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ ഷേക്കിലും ഷാർജയിലും എല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ ആൽമണ്ട് ഡയറിയുടെ ഐസ്ക്രീമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് അതുകൊണ്ട് ഒരു തവണ കുടിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കട തേടി പിടിച്ച് വരുന്നുണ്ട്. സൊമാറ്റോയിലും നമുക്ക് ഒരു തവണ ഓർഡർ കിട്ടിയാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ആണ്. കാര്യം നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഐസ്ക്രീം തന്നെയാണ്. സാധാരണ അങ്ങനെ ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ല. ഇത് ക്വാളിറ്റി. അപ്പൊ നമ്മുടെ കോസ്റ്റ് എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു വിലയൊക്കെ എങ്ങനെയായിരിക്കും? വില റീസണബിൾ റേറ്റിലാണ് മാക്സിമം കൊടുക്കാൻ നോക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഓഫറൊക്കെ ഇടുന്നുണ്ടോ എന്തെങ്കിലും? അത് സ്പെഷ്യൽ ക്രിസ്മസ് അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാനുള്ളൊരു ടെൻഡൻസി ആണ് എപ്പോഴും. കുട്ടികൾക്ക് 10 രൂപ ഉണ്ടെങ്കിലും ഐസ്ക്രീം കഴിക്കാമല്ലോ. അതെ അതെ, 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ നല്ല കിഡിലൻ ഐസ്ക്രീം കഴിക്കാം. അപ്പൊ ഞാൻ ഏതായാലും ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം എടുക്കാം. അപ്പൊ ഞാനിപ്പോ ആൽമണ്ട് ഡയറിയുടെ മിൽക്ക് ക്യാൻഡിയാണ് എടുത്തേക്കുന്നത്. ടെൻഡർ കോക്കനട്ടാണ് ഞാനിപ്പോ എടുക്കാൻ പോണേ. ഇതൊന്ന് പൊട്ടിക്കാം അല്ലേ?
വീട്ടിലൊക്കെ ആണെങ്കിൽ കടിച്ചു പൊട്ടിക്കാണ്ട് നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ സമയം അത് കടിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടിയില്ല. ശരിക്കും അത്രയും സേഫ്റ്റി ഉള്ള അത്രയും നല്ല രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്നതായിരുന്നു കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ നല്ല ഐസ് ക്യാൻഡി ഞാൻ കഴിക്കുകയാണ്. ഇപ്പം നമ്മളങ്ങനെ ഓരോന്നായിട്ട് കഴിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഇതാണ് ബട്ടർ കുടിക്കട്ടെ. ഇതിനെപ്പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ശരിക്കും റോസ് പെറ്റൽസ് ഒക്കെ ഇട്ട് ശരിക്കും നല്ല ബട്ടർ ആഡ് ചെയ്തു ഐസ്ക്രീം ഇട്ടു. ശരിക്കും പറയാം റോസ് പെറ്റൽസ് ഈ വീട്ടിൽ തന്നെ ഇവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള നാച്ചുറൽ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ചിലർക്കൊന്നും ഈ റോസ് പെറ്റൽസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാനേതായാലും കഴിക്കാൻ പോവാണ്. അടിപൊളി നല്ല ബട്ടർ കുടിക്കട്ടെ. ശരിക്കും ഇതിൻ്റെ ഒരു റേറ്റ് 100 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അതോടൊപ്പം നമ്മുടെ ഐസ് ബോട്ടിലെ കിറ്റിലെ ഐസ് ക്രീം. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് സ്ഥിരം ഐസ്ക്രീം ഒക്കെ വാങ്ങാൻ എത്തുന്ന ആൾക്കാരാണ്. എങ്ങനെയുണ്ട്? ഹലോ, പൊളിയാണോ? എല്ലാ ദിവസവും വരാറുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ഇങ്ങനെ വരാറില്ല. എന്നാലും വരുമ്പോ എല്ലാം വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് കുറെ അല്ലേ? ആണല്ലേ. ഓക്കെ. നമ്മുടെ പ്രൈസ് ഒക്കെ ഇങ്ങനെ ഇവിടെ പുറമേ വെച്ച് നോക്കുമ്പോൾ ശരിക്കും നല്ല അഫോർഡബിൾ അല്ലേ? നമ്മളൊരു 4 മണിയോട് കൂടി ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് അവിടെ ആവുന്നുണ്ട്. ഇവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ, സ്ഥിരം ഇവിടെ വരുന്നവരാണോ? ഓക്കെ. എങ്ങനെയുണ്ട്? ജസ്റ്റ് ഒന്ന് കൂളായിരിക്കാൻ വേണ്ടി നല്ലൊരു ബെറ്റർ ആയ സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ നാട്ടിലുള്ളവരല്ല? അതല്ല, ഞങ്ങൾ പുറത്തുള്ളവരാ. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോച്ചിങ് ഉണ്ട്. അപ്പൊ അത് പഠിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കുടിക്കാറുണ്ട് അല്ലേ? ഇവിടെ എത്തുമ്പോ എങ്ങനെയാണ് ഫീല്? അടിപൊളി വൈബാണ്. മാത്രമല്ല ഇവിടെ നല്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ? അതെ അതെ, അടിപൊളി ടേസ്റ്റ്. നമുക്കറിയാം നല്ല ചൂടാണ് ഇവിടെയൊക്കെ. ആ സമയത്തൊന്ന് കൂളാവുന്നുണ്ട്. ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാല് ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ അവിടെ ഇരുന്ന് ഗംഭീരമായിട്ട് കഴിക്കണ്ട. എന്തുണ്ട്? സുഖാണല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ സംഭവം? ഇത്ര കൂടെ കഴിക്കാൻ പറ്റുമോ? ആണോ? ടേസ്റ്റ് എങ്ങനെ? അടിപൊളി അല്ലേ? ഒരു രക്ഷയില്ലല്ലേ? സ്ഥിരം വരാറുണ്ടോ അവിടെ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരിക്കൽ വന്നാ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ തോന്നുന്നു. ഇവിടെ കൂളായിരിക്കാൻ പറ്റണോ? അതുകൊണ്ടേ ശരി. നമുക്ക് നല്ല കൂളായിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല നാച്ചുറൽ ടേസ്റ്റിലുള്ള ഐറ്റംസ് എല്ലാം കഴിക്കാം. അതോടൊപ്പം തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനി ഐറ്റംസിലുള്ള ഐസ്ക്രീംസ്, അതും 10 രൂപ മുതലുള്ള ഐസ്ക്രീംസ് നമുക്ക് കഴിക്കാം. ശരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഏതായാലും ഈ ഷോപ്പ് വരുന്നത് ശരിക്കും വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഐസ് ബോട്ട് ഉള്ളത്. ഏതായാലും ഇവിടെ എത്തുന്നവർ അല്ലെങ്കിൽ ഇതുവഴി പോകുന്നവർ ഇവിടെ കയറാൻ മറക്കരുത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയാനിസ്.